സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മോട് അനുഭവം പങ്കുവച്ച ഡോക്ടർ തോമസും ഡോക്ടർ വീനായുമാണ് ഇന്ന് തുറന്ന് നമ്മളോട് അനുഭവം പങ്കുവയ്ക്കുന്നത്. അതിനായിട്ട് അവരെ ക്ഷണിച്ചു. അങ്ങനെ ആൻറ്റി ഞങ്ങൾ കോട്ടയത്തേക്ക് താമസം മാറി. ദൈവശബ്ദം അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളവിടെ ഏതായാലും മോളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഡോക്ടർ തോമസ് അത് പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ എത്രയോ ഭാര്യമാരിങ്ങനെ മറുതലിച്ച് നിൽക്കുമ്പോൾ മോക്ക് അതിനുള്ള ഭാഗ്യം ദൈവം തന്നെ. കർത്താവ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. ഇവൻ ഞങ്ങളുടെ ബാപ്റ്റിസത്തിനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ് ബാപ്റ്റിസം എടുത്തതും. അപ്പോൾ അങ്ങനെ നീങ്ങി അങ്ങോട്ട് താമസം മാറി. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, എന്നാലും വളരെ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോവുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾ താമസം മാറി. എന്നിട്ട് ദിവസവും അവിടുന്ന് ചെങ്ങന്നൂർ വരും പ്രാക്ടീസിന്. ക്ലിനിക്ക് അന്നേരം ഉണ്ട്. എന്നും ട്രാവൽ ചെയ്ത് ചെങ്ങന്നൂർ വന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകും. മോനെ അവിടുത്തെ സ്കൂളിൽ ചേർത്തു. മകൾ അന്നേരം അവിടുത്തെ ബിലീവേഴ്സ് ചേർച്ചിൻ്റെ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 months കൂടെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2009 ഓഗസ്റ്റിൽ ഞങ്ങൾ പ്രാക്ടീസ് വൈൻഡപ്പ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അന്നേരം പല ദൈവദാസന്മാർ ഞങ്ങളോട് സംസാരിക്കാൻ പോയി, പല കൂട്ടായ്മകൾ ഞങ്ങൾ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തമ്പിയങ്ങൾ അച്ഛൻ ഫോൺ ചെയ്യുന്നു. തമ്പിയങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരെ വരണം, എന്നെ ഒന്ന് കാണണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളെക്കുറിച്ച് ഞാൻ ഡോക്ടർ ബെഞ്ചമിനിൽ കൂടെ അറിഞ്ഞു, നിങ്ങളിങ്ങനെ ദൈവവേലയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തമ്പിയങ്ങളുടെ കോള് ഞങ്ങൾക്ക് വന്നു. പിന്നെ അപ്പം ഞാനും അച്ഛനും കൂടെ ഇവിടെ വന്നു അങ്കിളിനെ ആൻറ്റിയെ മീറ്റ് ചെയ്തു. ഞങ്ങളോട് സംസാരിച്ചു. ഇവിടുത്തെ മുംബൈയിലെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. മുംബൈയിൽ ഇങ്ങനൊരു മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഡോക്ടേഴ്സിന് ആരും ഇല്ല. അങ്ങനെ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് നിങ്ങളുടെ കാര്യം ഞങ്ങൾ അറിയുന്നത്. അതേപ്പറ്റി നിങ്ങളോട് ചോദിക്കാനാണ് വിളിച്ചത്. പക്ഷേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ആൻറ്റിയോട് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ വി ഫെൽറ്റ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഫ്ലോയിങ് ത്രൂ യു ബോത്ത്. നിങ്ങളുടെ കോൺവെർസേഷനിൽ ആ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ഉള്ളിലെ പാഷൻ ആൻഡ് ഡിസൈർ ടു സെർവ് ഇൻ ദ കിങ്ഡം, അത് ഞങ്ങളെ ഡീപ്ലി ആയിട്ട് ഞങ്ങളുടെ ഇന്നർ സ്പിരിറ്റിൽ അത് ടച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇങ്ങനെ സംസാരിച്ചു, മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും അച്ഛയ്ക്ക് മനസ്സിലൊരു ഇതുണ്ട്, ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത്. തിരിച്ച് ഞങ്ങൾ അങ്കിളിനെ ആൻറ്റിയെ മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഞങ്ങളൊന്നും റിപ്ലൈ പറഞ്ഞില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു, എന്ത് പറയുന്നു നീ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ആണെങ്കിലും ഇവിടെ സുവിശേഷത്തിന് ഇഷ്ടംപോലെ വാതിലുകളുണ്ട്, സുവിശേഷം കേൾക്കാൻ ഇഷ്ടംപോലെ ചാൻസസും ഉണ്ട് ആൾക്കാർക്ക്. പക്ഷേ മഹാരാഷ്ട്ര മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുമല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അവിടെ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. കേൾക്കാത്തവരോട് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും മഹത്തരമായൊരു കാര്യമാണല്ലോ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. ഹി വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ്. എൻ്റെ റിപ്ലൈ കേട്ട് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ മടങ്ങി ഫ്ലാറ്റിൽ ചെന്നു. തിരിച്ച് ഉടനെ അങ്കിളിനെ ആൻറ്റിയും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമാണ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ. അപ്പം എന്നാൽ തമ്പിയങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ചെന്നതൊന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു. അച്ഛൻ അടുത്ത 2-3 ദിവസത്തേക്ക് മുംബൈയിൽ പോയി. പാസ്റ്റർ ബിജു തമ്പിയെ മീറ്റ് ചെയ്തു. അവിടെ ചെന്ന് മിനിസ്ട്രി കാണുവാനായിട്ട് ഇടയായി. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ മിറക്കിളസ് ടെസ്റ്റിമണിയായി. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണും. അവരെ ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് അവരെ. പിന്നെ അവരെ അതിനെക്കുറിച്ച് കൂടുതൽ ഭാരപ്പെട്ട് ഒത്തിരി നാൾ ചെല്ലേണ്ടി വന്നില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേസമയം മുംബൈയില് നമുക്കൊരു വർക്കുണ്ട്. അതിലൊരു ബിജു തമ്പി ഞങ്ങളുടെ മൂത്ത മോനാണ്. അവിടെ നമ്മൾ തെരുവ് കുഞ്ഞുങ്ങളെ 10,200-ലധികം തെരുവ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നു, ഡ്രഗ് അഡിക്ട്സിനെ ഫീഡ് ചെയ്യുന്നു, റീഹാബിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു മൊബൈൽ ക്ലിനിക്കോടുണ്ട്. ഡോക്ടർ നേഴ്സും മെഡിസിൻ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഈ സ്ലമ്മുകളിലെല്ലാം പോയി അനേക രോഗികളെ ഫ്രീ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി, ഓസ്ട്രേലിയയിലുള്ള ഒരു വ്യക്തി മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക് കൂടെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അപ്പം നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ പൈസ ഇല്ല നിങ്ങൾക്ക് തരാം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വാൻ വാങ്ങിച്ചു. ആ ഡെന്റൽ ക്ലിനിക്കായിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മോൻ വിളിച്ചോളും, അമ്മായി ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഈ വണ്ടി മേടിച്ചു, അതിൻ്റെ പണി നടക്കുന്നു, ആരിത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല.
എന്ന് പറഞ്ഞേ ചിരിക്കുമ്പോഴാണ് ഇവരുടെ വരവ്. ആരാ? രണ്ടുപേരും ഡെന്റൽ ഡോക്ടേഴ്സ് കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട് ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി ദൈവം അവൈലബിൾ. അപ്പൊ ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്ന് കരഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് നീ നിർത്തില്ല, ഞങ്ങൾ ഈ അവസ്ഥയിൽ വിടുവിക്കണം എന്ന് പറഞ്ഞ് കരയുന്നു. എത്രയോ മൈലുകൾക്കപ്പുറം ഒരു മോശെ മുൾപ്പടപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ്, മോശെ അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു ഇത് മോശയോട് പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ ജനം അറിയുന്നില്ല. അവര് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം അറിയുന്നില്ലേ, ദൈവം എന്താ മിണ്ടാതിരിക്കുന്നേ എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവരറിയാതെയുള്ള വഴി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവം പറയുന്ന ഒരു ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്, അത് നമ്മൾ ചെയ്യുമെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കർത്താവിന് കഴിയും. അവിടെ ഡെന്റൽ ക്ലിനിക്കിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ വിളിച്ച് ഇറക്കുന്നത് കർത്താവ്. പിന്നെ അധികം താമസിക്കേണ്ടി വന്നില്ല അല്ലേ? ഡോക്ടർ തോമസ് ആഴ്ചകൾക്കകം മുംബൈയിലെത്തി. പിന്നെ ആഴ്ചകൾക്കകം നിങ്ങൾ അവിടെ വീടെടുത്തു അല്ലേ? ഐ കുഡന്റ് ഈവൻ ബിലീവ് ഇറ്റ്. ഞാൻ വന്ന് കണ്ടപ്പോൾ എത്ര മനോഹരമായി ദൈവം കാര്യങ്ങൾ കേൾപ്പിച്ചു പറഞ്ഞ ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ 2010 മെയ് മാസം മുംബൈയിലോട്ട് താമസം മാറി. അന്നേരം മോൾ ആക്ച്വലി 9th കഴിഞ്ഞ് 10th കയറുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ 10th കയറുന്ന ഒരു കുട്ടിയെ വിളിച്ചോണ്ട് ഒരു പുതിയ സ്കൂളിലും പുതിയ സാഹചര്യത്തിലും ആക്കിയാൽ ആ കുട്ടിക്ക് എത്രമാത്രം പ്രയാസം വരും, അതുമല്ല സിലബസിനകത്താണെങ്കിൽ ലാംഗ്വേജിലാണെങ്കിലും വ്യത്യാസം വരുന്നു, എങ്ങനെയാവും. പക്ഷെ ദൈവം ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ശക്തി തന്നു. ഞങ്ങൾ ദൈവാത്മാവ് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ചെന്ന് മുംബൈ ചെന്ന് അച്ഛൻ തന്നെ പോയി ആദ്യം ചെന്ന് പിള്ളേരുടെ അഡ്മിഷൻ്റെ എല്ലാം ശരിയാക്കി. ദൈവം അവർക്ക് വേണ്ടി സ്കൂളുകൾ ഒരുക്കി. അഡ്മിഷൻ മോക്ക് 10th അവിടെ ഒരു സ്കൂളിൽ CBSE സിലബസിൽ തന്നെ അഡ്മിഷൻ കിട്ടി. യെസ്, നല്ലൊരു സ്കൂളിൽ തന്നെ 2 പേർക്കും കർത്താവ് ഒരുക്കി അഡ്മിഷൻ. ഹിന്ദി 7th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ അത് പഠിച്ചെടുക്കാനായിട്ട് കർത്താവ് ഒരു പ്രത്യേക കൃപ കുഞ്ഞിന് കൊടുത്തു. അവർക്ക് 10th നല്ല ഹൈ സ്കോർ മേടിക്കാനായിട്ട് കർത്താവ് വഴിയൊരുക്കി. യെസ്, കർത്താവ് വഴിയൊരുക്കി. മകനെ ആണെങ്കിലും നല്ല സ്കൂളിലും പഠിക്കാൻ കർത്താവ് വഴിയൊരുക്കി. മോള് 11th ഉം 12th ഉം സെയിം സ്കൂളിൽ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം നമുക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ഒരു സീറ്റ് കരുതി വെച്ചിരുന്നു. കിട്ടാൻ സാഹചര്യമില്ലാത്തടത്ത് കർത്താവ് ഒരുക്കി. ഞങ്ങൾക്ക് അവളെ ഡെന്റിസ്റ്റിലേക്ക് വിടാനായിരുന്നു താല്പര്യം. പക്ഷേ അവൾക്ക് അവിടെ ഉള്ളിൽ ഒരു മെഡിക്കൽ ഡോക്ടറാകണമെന്നും ഇങ്ങനെ ഒരു അവൾക്കും ഒരു മിഷൻസ് വർക്കിനകത്തൊരു താല്പര്യം കർത്താവ് ഉള്ളിൽ കൊടുത്തു. അങ്ങനെ അവളിപ്പോൾ മെഡിസിൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സെക്കൻഡ് ഇയർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. 3rd ഇയറിലോട്ട് കയറും. കുടുംബക്കാരെല്ലാം പറഞ്ഞു, ഈ 9ാം ക്ലാസ് കഴിഞ്ഞ കൊച്ചിനെ വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്ത അതിന്റെ ഭാവി എന്തായി തീരും. ഇപ്പൊ എല്ലാരും കാണുക മേശ ഒരുക്കുന്നു, തലയെ ആനന്ദ ധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പറഞ്ഞ ഇതല്ലേ? മോക്ക് നല്ല മാർക്കോടെ പാസ്സാകാനും അഡ്മിഷൻ കിട്ടാനും നമ്മൾ മുട്ടിക്കായിട്ട് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? മോനാണേലും ഇപ്പൊ എത്രാം ക്ലാസ്? 9th പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് മുംബൈയിൽ കൊണ്ടുവന്നു. പിന്നെ മിനിസ്ട്രിയോട് ചേർന്ന് ഞങ്ങൾ 2 പേരും പ്രവർത്തിക്കുന്നു. അവിടെ ഒരു മൊബൈൽ ഡെന്റൽ ക്ലിനിക്കാണ്. അത് പല സ്ലം ചിൽഡ്രൻ്റെ ഇടയിലും സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ ഇടയിലും ട്രാഫിക് ഗേൾസിൻ്റെ ഇടയിലുമാണ് മെയിൻലി ഞങ്ങളുടെ വർക്ക്. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ പോവും. അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള പേഷ്യൻസായിട്ട് കടന്നു വരുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്കൊരു അവയർനെസ് കൊടുക്കുക. അതായത് ഇതിനെക്കുറിച്ച് അറിയത്തേ ഇല്ല, ഇങ്ങനെ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും അവർക്കൊന്നുമേ അറിയത്തില്ല. അകത്ത് കയറി വന്നാൽ ചെയറയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവ് അവർക്ക് ആ ഫെസിലിറ്റീസ് കിട്ടാൻ കർത്താവ് ഈ മിനിസ്ട്രി ഉപയോഗിച്ചു. പാവങ്ങൾക്കും അവിടെ താമസിക്കുന്ന ചേരിയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ പോകാനും പറ്റത്തില്ല. കൺസൾട്ടേഷൻ ഫീസ് ഇറ്റ്സെൽഫ് ആണെങ്കിൽ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യണം 500 rupees കൊടുക്കണം. അവർക്ക് കഴിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ പല്ലിൻ്റെ വേദനയോടെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മിനിസ്ട്രിയുടെ ഓപ്പണിംഗ് വന്നപ്പോഴത്തേക്കും നമ്മൾ പല സ്ലംസിൽ പോവുകയും അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഡെന്റൽ കെയർ കൊടുക്കുകയും ഫില്ലിങ്സും ക്ലീനിങ്സും എക്സ്ട്രാക്ഷൻസും വേണ്ടുന്ന ബേസിക് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് അവയർനെസ് കൊടുക്കുക, എല്ലാത്തിനും ഉപരിയായിട്ട് അവരെ
സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ചിലരോടെങ്കിലും പറയുവാനായിട്ടൊരു അവസരം, അവരുടെ പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാനും കർത്താവിൽ വിശ്വസിക്കുകയെന്ന് പറയാനും കർത്താവ് ഞങ്ങളെ വിടുവിച്ച രീതികൾ ഷെയർ ചെയ്യാനും കർത്താവ് ഒരു മനോഹരമായ അവസരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാര്യമല്ലേ. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ മെന്റൽ ക്ലിനിക്കിലെ ഈ ജുവനൽ പ്രിസൺ. അത് നിങ്ങൾ പറഞ്ഞ ജുവനൽ പ്രിസൺ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പിള്ളേരെ കൊണ്ടുവന്നിരുന്ന മുംബൈ എന്ന് പറഞ്ഞാൽ അവിടെ ലോട്ട് ഓഫ് ഇല്ലീഗൽ തിങ്സ് ആർ ഹാപ്പനിങ്. അതായത് ഒത്തിരി ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. എസ്പെഷ്യലി ടീനേജ് ഗേൾസിനെയും അല്ലാതെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവിടെ ആൾക്കാർ ജോലി തിരക്കി വരുന്നു. ജോലി തിരക്കി വരുമ്പോൾ പലരും ചെന്ന് റോങ് ട്രാപ്പ് വിടുന്നു. അധികം പേരും എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്. എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ വന്ന് ജോലി തപ്പി നടക്കുമ്പോൾ ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ഇവരെ കൊണ്ടുവന്ന് അവസാനം കൊണ്ടെത്തിക്കുന്ന റെഡ് ലൈറ്റ് ഏരിയയിലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർ ഇങ്ങനത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കിന് വേണ്ടിയാണല്ലോ വന്നിരിക്കുന്നതെന്ന് പലരും അറിയുന്നത്. എന്നാൽ പല ഓർഗനൈസേഷൻസ് ഉണ്ട് അവരെ റെസ്ക്യൂ ചെയ്യുന്നവർ. അതായത് ഈ റെഡ് ലൈറ്റ് ഏരിയയിൽ പോയി റെസ്ക്യൂ വർക്ക് ചെയ്ത് ഈ ഗേൾസിനെ കൊണ്ടുവന്ന് ഗവൺമെന്റ് ട്രാൻസിഷൻ ഹോംസിലാക്കും. അങ്ങനെ നമ്മുടെ വാൻ അങ്ങനത്തെ 3 ട്രാൻസിഷൻ ഹോംസിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ജുവനൈൽ ഹോമിലും പോകുന്നുണ്ട്, ഇങ്ങനത്തെ വിമൻ സെന്റേഴ്സിലും പോകുന്നുണ്ട്. അവിടെ നമ്മൾ പോയി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അവരെ കൗൺസിൽ ചെയ്യുകയും അവരുടെ പ്രയാസങ്ങൾ അവരോട് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും നമ്മൾ ടീമായിട്ട്, അത് ഡെന്റലും ഈവൻ അത് ഞങ്ങളുടെ വിഷൻ റെസ്ക്യൂലുള്ള അതർ ടീംസ് ഓൾസോ വർക്കിംഗ് ജോയിൻ്റ്ലി ടുഗദർ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് തന്നെ പൻവേലിൽ ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ഹോമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ലൈസൻസിന് എല്ലാത്തിനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെ ജുവനൈൽ ഗേൾസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവരെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ അവരെ റേസ് ചെയ്യാനും അവർക്ക് വേണ്ടുന്നത് കൊടുക്കുവാനും അവരെ സ്കിൽ ട്രെയിനിങ്സ് നടത്തുവാനുമായിട്ടെല്ലാം കർത്താവ് ഒരു വഴി ഒരുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്ലാനിൽ ഇതുവരെ നമ്മൾക്ക് സ്കൂൾ ബസ് പ്രോഗ്രാം, സ്കൂൾ ബസ്സിൽ പിള്ളേർ വരുന്നു, ഫീഡ് ചെയ്യുന്നു, ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. ഇനി നമ്മൾ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് എല്ലാ പോകുന്ന കമ്മ്യൂണിറ്റീസിലൊക്കെയും കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് തുടങ്ങുക. അവർക്കപ്പം ദാറ്റ് വിൽ ബി എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവർക്ക് അവിടെ വരാനും അവിടുന്ന് അവരെ പല ഇതായിട്ട് ഡയറക്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയവർക്ക് മെഡിക്കൽ, ഡെൻ്റൽ വേണ്ടിയവർക്ക് ഡെൻ്റൽ എഡ്യൂക്കേഷൻ. അതായത് 3 to 14 years ഏജ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷനാണ് മെയിൻ ഇമ്പോർട്ടൻസ്. അധികവും എഡ്യൂക്കേഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ഇവർ റോങ് സൈഡിലേക്ക് ട്രാക്കിലേക്ക് പോകുന്നത്. അതായത് ഇവൻ ചെറിയ ഏജിൽ തന്നെ ദേ ആർ എക്സ്പോസ് ടു ഈ പാൻ ചൂയിങ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ പതുക്കെ അത് ടുബാക്കോ കൺസംഷൻ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ രീതിയിലാവും. അവരെല്ലാം അവസാനം ചെന്നെത്തുന്ന ഒരു ഗുണ്ട ലോകത്തിലേക്കാണ്. സോ നമ്മൾ അവിടെ വെച്ച് അവരെ അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെ ഈ എഡ്യൂക്കേറ്റഡ് ആക്കി വളർത്തുകയാണെങ്കിൽ അവർ അങ്ങനത്തെ ട്രാക്സ് ചെന്നുപെടാതെ ദേ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. അതാണ് ഈ വർഷത്തെ നമ്മുടെ പ്ലാൻ. ബസ്സിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പിള്ളേരെ എത്രമാത്രം പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഓരോ സൈറ്റിൽ പോകുന്ന ബസ്സിലും മിനിമം ഒരു 75 ചിൽഡ്രൻ വരുന്നുണ്ട്. 4 ബസ്സുണ്ട്, വരുന്നുണ്ട്. അല്ലാതെ തന്നെ ബസ്സിൽ വരാതെ തന്നെ ആഹാരത്തിന് വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം ചില ഫാമിലീസ് അവർക്ക് തീരെ നിവൃത്തിയില്ല, അപ്പനില്ല അമ്മ ഇല്ലാത്ത ഫാമിലീസ്, അങ്ങനെയുള്ള എൻറ്റയർ ഫാമിലിക്ക് നമ്മുടെ 1 day മീൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർക്കൊരു വലിയ അനുഗ്രഹമാണ്. അതുകൂടാതെ അവർക്ക് പല ഫെസിലിറ്റീസ്, അതായത് പോകുന്ന കമ്മ്യൂണിറ്റീസ് മെയിൻലി മുസ്ലിം കമ്മ്യൂണിറ്റീസിൽ അവരുടെ ഗേൾസിനെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യത്തില്ല. മിനിമം 7th സ്റ്റാൻഡേർഡ് വരെ, മാക്സിമം 7th സ്റ്റാൻഡേർഡ് വരെ അവർ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവർ വിടത്തില്ല. പക്ഷേ നമ്മൾ അവിടെ അവരുടെ ഫാമിലീസിലെല്ലാം വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഗേൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർ ഇതിനകത്തുനിന്ന് പുറത്ത് വരണം. അപ്പോൾ നമ്മൾ അവിടെ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് തുടങ്ങി ഈ മുസ്ലിം ഗേൾസിന് വേണ്ടി തന്നെ ഒരു സ്കിൽ ട്രെയിനിങ് തുടങ്ങി. അവർക്ക് പലവിധ ട്രെയിനിങ്സ്, ബ്യൂട്ടി പാർലർ ട്രെയിനിങ്, ജുവലറി മേക്കിംഗ്, പിന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ. എന്നിട്ട് അവരെ ഒരുമാതിരി ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് ദം ടു ഗോ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ടു വർക്ക്. അതായത് അവർക്ക് തന്നെ ഒരു ഏർണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ദേ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദർ ഫീറ്റ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് അവരെ സ്കൂൾസിൽ അഡ്മിറ്റ് ചെയ്യുക, എൻറോൾ ചെയ്തിട്ട് അവർക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുക. അല്ല സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓപ്പൺ എഡ്യൂക്കേഷൻ നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് വഴി അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുക. അത് സ്ലമ്മിൽ ഒരു സ്കൂളാണ്, കൽവ എന്ന് പറഞ്ഞ സ്ലമ്മിൽ ഒരു സ്കൂളുണ്ട്. അത് 2 shift ആയിട്ട് അറൗണ്ട് 150
ചിൽഡ്രൻ ആർത്ത്. ആ ചിൽഡ്രൻ അവർക്കെല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാ നീഡ്സ്, യൂണിഫോം, ഷൂസ്, അവർക്ക് വേണ്ടുന്ന എല്ലാ അവരുടെ ബേസിക് നീഡ്സ് എല്ലാം നമ്മുടെ മിനിസ്ട്രിയിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ട്യൂഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വോളണ്ടിയർ ബേസ്ഡ് ആയിട്ട് നീങ്ങുന്നു. റിമാർക്കബിൾ ചേഞ്ച്. അവരിലൊരു ആ കുഞ്ഞുങ്ങൾ, ആ സ്ലമ്മിലുള്ള കുഞ്ഞുങ്ങൾ ചെന്നാൽ ആർക്കും വൃത്തിയില്ല, പ്രോപ്പറായിട്ട് ഫുഡില്ല. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടാൽ അറിയാം അവരുടെ ക്യാരക്ടറിനകത്ത് വലിയൊരു ചേഞ്ച്, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനകത്ത് വലിയ ചേഞ്ച്, അവരുടെ ഡ്രസ്സിങ് പാറ്റേണിനകത്ത് വലിയ ചേഞ്ച്. നമ്മളെ വാനിൽ കടന്നു വരുമ്പോൾ നമ്മളെ വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ് പറയുക, ഷേക്ക് ഹാൻഡ് തരിക, പിന്നെ ബേസിക് ക്ലെൻലിനെസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുക. അപ്പം അതൊരു റിമാർക്കബിൾ ചേഞ്ച്. ബീക്കൺ സ്കൂൾ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ റിമാർക്കബിൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവം വെച്ചാൽ ഈ വർഷം പല സ്ലംസിൽ അങ്ങനത്തെ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യാനും എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാനായിട്ട് ദൈവം വഴി തുറക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ വന്ന് നല്ല ഒരു 500-1000 രൂപ കെട്ടിവെച്ച് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ? അതിൽ നമ്മൾ തീർന്നു എല്ലാം. എന്നാലേ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ആർക്കും വേണ്ടാത്ത ഓപ്പർച്യൂണിറ്റി ഓരോരുത്തരെ ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ ഹൃദയം അവിടെ അല്ലേ? അല്ലേ? ഇപ്പൊ നിങ്ങളെ കർത്താവിന്റെ കൈയും കാലും മാവും വായും എല്ലാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. കേൾക്കുന്ന പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത് എന്തോ ഒരു അമേസിംഗ് ടെസ്റ്റിമണിയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അവർ ചെയ്യുന്നത്? എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഡെന്റൽ ഡോക്ടേഴ്സ്. എന്നാൽ അവരുടെ എല്ലാ നടുവിൽ ഈ ഒരു കുടുംബത്തെ കർത്താവ് വിളിച്ചു. ആ ശബ്ദം കേട്ട് ചോദ്യം ചെയ്യാതെ ഇറങ്ങിത്തിരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഒന്നും അവർക്കറിയത്തില്ല. എന്നാൽ കർത്താവ് വിളിക്കുന്നു, ഞങ്ങൾ സ്റ്റെപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ സ്റ്റെപ്പെടുത്തി വെക്കുന്നവർക്ക് വേണ്ടി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബൈബിൾ നമ്മളിന്ന് വായിക്കുന്നുണ്ട്. യെശയ്യാവ് 61 തകർന്ന ഹൃദയങ്ങളെ മുറിവിട്ടുവാൻ ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധനസിനെ സ്വതന്ത്രനായി ഇന്നവരാ ചെയ്യും. ഈ സ്ലമിലുള്ളവരെ ആർക്ക് വേണം? അടുത്തു പോയാൽ നാറും, മൂക്കെല്ലാം ഒഴിച്ച് ശരിക്കുള്ള തുണിയില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും തുണിയില്ല. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഏറ്റവും ചെളി പുരണ്ട അവസ്ഥ. എന്നാൽ അങ്ങനെയുള്ളവരുടെ നടുവിൽ യേശുവിന്റെ സ്നേഹവുമായി കടന്നു പോകാൻ. That is the real ministry. കർത്താവിന്റെ കൈകളായി ആ വലിയ ഭാഗ്യം ലഭിച്ചെന്തുകൊണ്ടാണ്? അവർ ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുസരിച്ചു. ഇത് വലിയ ഒരു ബ്രേക്ക് ത്രൂ ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു വർഷം നിങ്ങൾ എത്ര പേരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? ഏകദേശം ഒരു 1750 വിശ്വസിക്കാൻ പോലും ഒക്കുന്നില്ലേ? 1750 പേഷ്യൻസിനെ ഓരോ വർഷവും അവർ ട്രീറ്റ് ചെയ്യുന്നത്. അത്രയും പേരുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് ഒക്കുന്നു. ഈ ഡെന്റൽ ക്ലിനിക് പറഞ്ഞ ആ വണ്ടിക്കകത്ത് എല്ലാം എയർ കണ്ടീഷനാണ്. ഇതിനകത്ത് കയറി കഥകടച്ചാൽ പിന്നെ ആരും കാണത്തില്ല. ഇതിനകത്ത് കയറ്റി ഞാൻ ഒരു മാസം പോയിരുന്നതാണ്. നമുക്ക് ദൈവസ്നേഹം അവരോട് പറയാൻ പറ്റും. കൂടെ ഒരു അസിസ്റ്റന്റ്, ഒരു നേഴ്സുണ്ട്. അവളുടെ പേര് റേച്ചൽ. അവർക്ക് ഏതാണ്ട് 7-8 ഭാഷ അറിയാൻ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജുവനൽ പ്രിസൺ എന്ന് പറഞ്ഞാല് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ, കൊച്ചു പിള്ളേരെ പല സ്റ്റേറ്റുകളിൽ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ 10-17 വയസ്സിന് താഴെയുള്ള കൊച്ചു പിള്ളേരെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളോട് തെലുങ്കി സംസാരിക്കണോ, കന്നഡയിൽ സംസാരിക്കണോ, തമിഴ് സംസാരിക്കണോ, ഇതെല്ലാം പറയാൻ അതിനകത്ത് കയറ്റിയിരുത്തി അവരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാനോ അല്ലെ ദൈവസ്നേഹത്തെ കുറിച്ചൊരു വാക്ക് പറയാനോ ഉള്ള അവസരം. ആയിരക്കണക്കിന് ആളുകളും കുഞ്ഞുങ്ങളോടും വലിയവരോടും അത് പറയാൻ അവസരം എന്ന് പറഞ്ഞാൽ that's a big mission field. ഇവിടെ പറ്റും. നമ്മള് പല്ല് പറിച്ചും അവരെ വിടും, അല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മളെ വിടും. എന്നാലേ ദൈവത്തെ കർത്താവിന്റെ ശബ്ദം കേട്ട് അവനെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരെ വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഡോക്ടർ തോമസിനെയും ഡോക്ടർ റീനായും this is only a start. അവരിൽ കൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ 2 ദിവസത്തിന് മുമ്പായി ചെയ്യാൻ പോവുക. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 23-24 മില്യൺ പീപ്പിൾ
മാനസിക ഭക്ഷണമാണ്. ഒത്തിരി നീഡ്സ്. ആ ഏറ്റവും നീഡി ഏരിയകളെയാണ് നമ്മൾ ടാപ്പ് ചെയ്തത്. ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട്. അവിടെ ഒരു 10-80 സ്റ്റാഫുണ്ട്. 10 ഇതുപോലെ സ്റ്റാഫുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഉയർത്തുവാൻ അവിടെ ഒരു വിജയം ഉണ്ടാക്കാനല്ല, ഒരു ഇതം ഉണ്ടാക്കാനല്ല, യേശുവിന്റെ സ്നേഹം ഇതുപോലെ തകർന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സും എല്ലാം യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തിക്കൊടുക്കുക. അവരുടെ ജീവിതത്തിലെ അവരുടെ സ്നേഹത്തിൽ കൂടെ അത് വെളിപ്പെടുത്തുക. നമ്മൾ കേട്ടു എത്രയോ കുഞ്ഞുങ്ങൾ, 150 കുഞ്ഞുങ്ങൾ അവർക്കുള്ള യൂണിഫോം തൊട്ട് അവർക്കുള്ള എല്ലാം കൊടുക്കുക, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക. അവസാന സമയത്ത് കർത്താവ് പറയും, ഞാൻ വിശന്നിരുന്നു, എന്നെ നീ വന്ന് കണ്ടു, നീ എന്നെ സഹായിച്ചു. പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഇതെല്ലാം പ്രവൃത്തിയിലാക്കാൻ അങ്ങനെ വലിയ ഡെഡിക്കേഷനോട് കൂടായില്ല അവർക്ക്. യേശുവിന്റെ സ്നേഹവുമായി ബന്ധിപ്പിക്കുക വലിയ പ്രവൃത്തി. അടുത്ത പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെല്ലാം പ്രാർത്ഥിക്കണം. ഈ കപ്പലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കട്ടെ. എനിക്ക് എങ്ങനെ വേല ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ഞാൻ ഇവിടെ പോകണമെന്ന് അറിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്, പ്ലീസ് കോൾ us. We will give you an opportunity to do the ministry. അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരു ജീവിതങ്ങളും പിന്നെ നമുക്ക് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാം. There are so many opportunities you can use. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്, യേശുവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ദ നഗർ, ചിങ്ങവനം, കോട്ടയം. മൊബൈൽ നമ്പർ 9447578202. ഫോൺ നമ്പർ 0481243039. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.